ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ മലയോര കർഷകരെ ഇപ്രകാരം ഇല്ലായ്മ ചെയ്യാനുള്ളതിന്റെ പിന്നിൽ വളരെ വ്യക്തമായ അജണ്ടയുണ്ട്. അതായത് കടുവായെയും കാട്ടാനകളെയും നിർബാധം ഇറക്കിവിട്ടുകൊണ്ട് ആ നിർബാധം ഇറക്കിവിട്ട വന്യമൃഗങ്ങള് ഇവിടുത്തെ സാധാരണ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുമ്പോൾ സർവ്വതും നഷ്ടപ്പെട്ടവൻ അവസാനം ഇരുഗതിയും പരഗതിയുമില്ലാതെ ഈ വയനാട് വിട്ടിറങ്ങിപ്പോകുമെന്നാണ് ഇവിടുത്തെ ചില മേലാളന്മാരുടെ ദിവാസ്വപ്നം. അല്ലയോ സർക്കാര്, ഇതിലും വലിയ ആനകളോട് പോരാടിയാണ്, ഇതിലും കൂടുതൽ കടുവകളെ നേരിട്ടിട്ടാണ് ഈ മലയോര ജനത ഇവിടെ അധിവസിച്ചത് എന്ന സത്യം നിങ്ങൾ മറക്കരുത്. ആ പൂർവികരുടെ സിരകളിൽ ഒഴുകിയ അതേ ചോര തന്നെയാണ് ഈ മലയോര കർഷകന്റെ സിരകളിൽ ഇന്നും ഒഴുകുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ ഭയമില്ല, നിങ്ങൾ ഇറക്കിവിടുന്ന വന്യമൃഗങ്ങളെയും ഞങ്ങൾ ഭയപ്പെടില്ല. നിയമമനുസരിച്ചതിന്റെ വിലയാണ് ഞങ്ങൾ കൊടുക്കേണ്ടി വന്നത് എന്നത് സങ്കടത്തോടെ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. നമ്മുടെ മന്ത്രിമാര് ഈ ദിവസങ്ങളിൽ വയനാട് സന്ദർശിച്ചു. അവർ പറഞ്ഞ നല്ല വാക്കുകളെയും അവരുടെ സന്ദർശനത്തെയും അഭിമന്യ ജോസ് പിതാവ് ആദരവോടെ നോക്കിക്കണ്ടു. ഞാനും അവരെ ആദരിക്കുന്നു. പക്ഷേ ആ മന്ത്രിമാര് പറഞ്ഞ ചില വർത്തമാനങ്ങൾ കേട്ടാല് നമുക്ക് തോന്നും ഇതിലും ഭേദം കൊന്നു തിന്നാൻ വരുന്ന കടുവായോടോ കാട്ടാനയോടോ സംസാരിക്കുന്നതായിരുന്നു. അവർക്ക് ഇതിലും വേഗത്തിൽ നമ്മുടെ ജനതയുടെ സങ്കടം മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്ന് അവര് പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാല്, ഇത് ഞങ്ങളുടെ വിഷയമല്ല. നമ്മുടെ വനം മന്ത്രി തത്ത പറയുന്നത് പോലെ എപ്പോഴും പറയുന്ന ഒരു പ്രസ്താവനയാ. ഇത് സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കേന്ദ്ര വിഷയമാണ്, കേന്ദ്രത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല എങ്കിൽ പിന്നെന്തിനാണ് ഇങ്ങനെ വെള്ളാനയുടേതായ ഒരു വകുപ്പ്, വനം വകുപ്പ് എന്ന പേരിൽ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്? വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. വനം വകുപ്പുകാരുടെ ഏക ദൗത്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മലയോര കർഷകനെ കേസിൽ കുടുക്കുക, അവനെ പീഡിപ്പിക്കുക, അവനെ ഭീഷണിപ്പെടുത്തുക, അവന്റെ ജീവിതം ഇവിടെ അസാധ്യമാക്കി തീർക്കുക. അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് സർക്കാർ ചെലവിന് തന്ന് ശമ്പളം തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു ധാരണയുണ്ട്. സർവ്വതിനും കേന്ദ്രത്തെ പഴിക്കുന്ന ഈ സർക്കാരിന്റെ പ്രതിനിധിയായ ഒരു MP രാജ്യസഭയിൽ ചോദിച്ചൊരു ചോദ്യത്തിന് വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ്, അദ്ദേഹം ഇന്ന് വയനാട്ടിലുണ്ട്. ആ മന്ത്രി ഇടതുപക്ഷത്തെ ഒരു MP-ക്ക് എഴുതി കൊടുത്ത മറുപടിയാണ് എന്റെ കൈവശമിരിക്കുന്നത്. ആ മറുപടി ഇപ്രകാരമാണ്. അത് ഇംഗ്ലീഷിലായതിന്റെ മലയാളം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. വനത്തിന്റെയും വന്യജീവികളുടെയും പരിപാലനം എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഓരോ സംസ്ഥാന സർക്കാരിന്റെയും ചീഫ് വൈൽഡ് വാർഡന്, അങ്ങനെ ഒരാള് ഈ ഫോറസ്റ്റ് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായി തിരുവനന്തപുരത്തിരിപ്പുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്നാണ് ആ മഹാന്റെ കസേരയുടെ പേര്. അദ്ദേഹത്തിന് ഈ നിയമം പറയുകയാണ്, അദ്ദേഹത്തിന് കൽപ്പനയിടാം ജനത്തിന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന വന്യമൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്ന് ഫെബ്രുവരി മാസം 18 2023 ഫെബ്രുവരി 18 ഇടതുപക്ഷ MP-യായ P. സന്തോഷ് കുമാറിന് കൊടുത്ത മറുപടിയാണിത്. കേരളത്തിലെ സർക്കാര് നിങ്ങളിത് വായിക്കുന്നില്ലേ? അതോ ഈ പറഞ്ഞ മഹാന് ഇതൊന്നും വിഷയമല്ലേ? ഈ സാധാരണ മനുഷ്യന്റെ നികുതിപ്പണം കൊണ്ട് ശമ്പളം മേടിക്കുന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട്
ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള അധികാരം നിങ്ങൾ വിനിയോഗിക്കുക. ഇവിടെ ഇതാ കാട്ടാനയും പുലികളും കാട്ടുപന്നികളും നാട്ടിലിറങ്ങി സർവനാശം വിതയ്ക്കുകയാണ്.